ഇന്ത്യയുടെ വിദേശ നയം, അതുപോലെ ചേരുചേരായ്മ, പഞ്ചശീല തത്വങ്ങൾ സ്ഥിരം ചോദിക്കുന്ന കുറേ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പം നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ആ ടോപ്പിക്ക് പലരും വിചാരിക്കും ഭയങ്കര ബോറാണ്, പക്ഷേ നല്ല രസമുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമ്മളിന്ന് പെട്ടെന്ന് ആ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് LDC ആയാലും അതുപോലെ CPO എക്സാം ആയാലും ഡിഗ്രി ലെവൽ എക്സാം ആയാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഈ പറയണക്ക് LDC, LGS, LPP പരീക്ഷകൾക്ക് ഓൺലൈൻ ബാച്ചുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എല്ലാം ലൈവ് ബാച്ചുകളാണ്. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചാണ്. മനസ്സിലായ? ഈ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ വിദേശ നയതന്ത്ര കാര്യങ്ങളിൽ നിങ്ങൾ എന്തായിരിക്കണം? പ്രാവീണ്യം തെളിയിച്ചവരാവണം. മനസ്സിലായ? അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു രാജ്യത്ത് നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വിദേശ നയം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായി? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഈ ഇന്ത്യയുടെ ആസൂത്രണ പദ്ധതികളെല്ലാം നമ്മൾ കടമെടുത്തേക്ക് നേരായിരുന്നാണ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയമോ സോവിയറ്റ് യൂണിയനാണ്. മനസ്സിലായി? നമ്മൾ ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് അല്ലേ? അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ ആസൂത്രണ പദ്ധതികൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കഴിഞ്ഞാൽ അത് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനാണ്. അതുപോലെ പഞ്ചവത്സര പദ്ധതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യ എന്നാണ്. പിന്നെ നമ്മൾ ഇന്നാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു, നമ്മുടെ മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. അതുപോലെ മൗലിക കടമകൾ എവിടെ നിന്നാണ്? റഷ്യ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം നമ്മൾ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? ഇന്ത്യയുടെ വിദേശ നയം നമ്മൾ വേറെ ആയിരുന്നു കടം കൂടെ മണ്ട. എനിക്കറിയാം, ഏവനെങ്കിലും കയറി കൊടുത്തതെന്ന് എനിക്കറിയാം. നമ്മുടെ വിദേശ നയം വേറെ ആയിരുന്നു കടം കൊടുക്കുന്ന മണ്ട. കേട്ടാ? നീ എന്താ ആസ്ട്രേലിയ പറയാൻ വന്നത്? ഓക്കെ, എടാ നമ്മളെ വിദേശ നയം നമ്മളതാണ്. മനസ്സിലായ? നമ്മളാണ് രൂപീകരിക്കുന്നത്. നമ്മളെവിടെ കടം കൊടുക്കണല്ല ചെയ്യണത്. മനസ്സിലായ? ഓക്കെ, അപ്പം നമ്മൾ അവിടെ ഒരു കാര്യം പഠിക്കേണ്ടത്, നമുക്കറിയാം നമുക്ക് രണ്ട് ഇന്ത്യയുണ്ട്. ഏതാ രണ്ട് ഇന്ത്യ? ഒന്ന് സ്വതന്ത്ര ഇന്ത്യ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയും മറ്റത് ഏതാണ്? ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. മറ്റത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണേ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് INC, ഏതാണ്? INC. ആ INC രൂപപ്പെടുത്തിയൊരു വിദേശ നയമുണ്ട്. ആ വിദേശ നയമാണ് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന വിദേശ നയം എങ്ങനത്തെയാണ് പിള്ളേരെ? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ INC രൂപം നൽകിയ ഒരു വിദേശ നയം തന്നെയാണ് നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് കേട്ടോ. ഓക്കെ, ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന, അതായത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരവുമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായ? അതായത് എല്ലാ ജനങ്ങളുടെയും എന്തൊക്കെ സ്വാതന്ത്ര്യവും സൗഖ്യവും എന്ന ഒരു വലിയ ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്തിക്കാനുള്ളത്. ഇത് പറഞ്ഞതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു 1947 പറഞ്ഞൊരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായ? സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ കാണാതെ പഠിച്ചു വയ്ക്കേണ്ട. നമുക്ക് ആഴത്തൊരു പ്രശ്നമില്ല. മനസ്സിലായി? നമ്മൾ ആഴത്തൊരു പ്രശ്നത്തിന് പോകണമില്ല. നമ്മളെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് എന്ത് ലഭിക്കണം? സൗഖ്യവും സ്വാതന്ത്ര്യവും കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായ? അത്രയേ ഉള്ളൂ. എന്ന് ആരാ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമാണ്. മനസ്സിലായ? ഓക്കെ, ശരി. അടുത്ത ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ആ 7 തത്വങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദിക്കും, പരീക്ഷ ഇങ്ങനെ ചോദിക്കും, താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിക്കും. മനസ്സിലായ? ഓക്കെ, അവിടെ നമുക്ക് നോക്കാം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. ഒന്നാമത്തെ എന്താണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. സാമ്രാജ്യത്വം വെച്ചാൽ എന്താ ഉള്ളത്? സാമ്രാജ്യത്വം അതായത് സാമ്രാജ്യം. മനസ്സിലായില്ലേ? സാമ്രാജ്യത്വം എന്ന് വെച്ചാൽ ഓരോ രാജ്യങ്ങൾ മറ്റൊരു രാജ്യം സാമ്രാജ്യമാക്കി മാറ്റുന്നു. മനസ്സിലായില്ലേ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കോളനിയാക്കി വെക്കുന്നു. ഇപ്പം നമ്മൾ ബ്രിട്ടൻ്റെ കോളനിയല്ലേ ഇരുന്ന, അപ്പോൾ അതിനൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നമ്മുടെ വിദേശ നയപ്രകാരം നമ്മൾ എന്തിനെ എതിർക്കുന്നുണ്ട് പിള്ളേരെ? സാമ്രാജ്യത്വത്തെയും കൊളോണിയൽ വ്യവസ്ഥയെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. അപ്പം എന്തിനെ എതിർക്കുന്നുണ്ട്? സാമ്രാജ്യത്തെയും കൊളോണിയൽ വ്യവസ്ഥയെയും നമ്മൾ എതിർക്കുന്നുണ്ട്. അത് നമ്മുടെ വിദേശ നയത്തിന്റെ ഭാഗമാണ്. പിന്നെ വംശീയവാദത്തോട് നമുക്ക് എങ്ങനെയാണ്? വംശീയവാദത്തോട് വിദ്വേഷമാണ്. എന്താണ്? വംശീയവാദത്തോട് വിദ്വേഷമാണ്. അപ്പം ഇന്ത്യൻ
നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ വംശീയവാദത്തോട് നമുക്ക് എന്താണ് പിള്ളേരെ? വിദ്വേഷമാണ്. ഐക്യരാഷ്ട്ര സഭയിൽ എങ്ങനെയാണ്? ഐക്യരാഷ്ട്ര സഭയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാ? ഉണ്ടാ? ഉണ്ട്. അപ്പൊ ഐക്യരാഷ്ട്ര സഭയോടുള്ള അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. ഓക്കെ, അപ്പൊ 3 എന്ന് പറയും. സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. വംശീയവാദത്തോട് വിദ്വേഷം. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. അടുത്ത് സമാധാനപരമായ സഹവർത്തിത്വം. എന്താണ് സമാധാനപരമായ സഹവർത്തിത്വം? പറഞ്ഞേ, സമാധാനപരമായ സഹവർത്തിത്വം. അടുത്ത് പഞ്ചശീല തത്വങ്ങൾ. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? വിദേശ സഹായം സ്വീകരിക്കണോടാ? വേണോ വേണ്ടേ? വിദേശ സഹായം സ്വീകരിക്കാവോ? എന്താണ് ജോബിന്റെ അഭിപ്രായം? സ്വീകരിക്കാം. വിദേശ സഹായം സ്വീകരിക്കണം എന്നുള്ളത്. അപ്പൊ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. എന്താണ് വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ? ലാസ്റ്റ് എന്താണ്? ചേരായ്മ. ഓക്കെ, 7ാമത്തെ എന്താണ് പിള്ളേരെ? ചേരായ്മ. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 3 നിങ്ങൾക്ക് സെറ്റ് ആയല്ലോ. ആദ്യത്തെ 3 എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. 4ാമത് ശ്രദ്ധിച്ചിട്ടുണ്ട്, സമാധാനപരമായ സഹവർത്തിത്വം. പിന്നെ പറഞ്ഞെന്താ? പഞ്ചശീല തത്വങ്ങൾ. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? പിന്നെ എന്താ പറഞ്ഞേ? വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഏറ്റവും മുകളിലായി പറഞ്ഞ എന്താണ്? ചേരായ്മ. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ, ജോബിനെ ഒന്ന് പറയടാ. 7 പറയടാ. സാമ്രാജ്യത്തോടും കോളനി വ്യവസ്ഥയോടുള്ള എതിർപ്പ്. വംശീയവാദത്തോടുള്ള വിദ്വേഷം. പിന്നെ യുഎനിലുള്ള വിശ്വാസം. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. സമാധാനപരമായ സഹവർത്തിത്വം. ചേരായ്മ. പഞ്ചശീല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ തത്വങ്ങളാണ്. എന്തിന്റെ തത്വങ്ങള്? വിദേശ നയത്തിന്റെ തത്വങ്ങളാണ്. പഠിച്ചല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായ? ഓക്കെ, അടുത്ത ചേരാ പ്രസ്ഥാനം. എന്താണ് ചേരാ പ്രസ്ഥാനം? ചേരാ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷമാക്കാൻ പറയാൻ പറ്റുമോ? തെറ്റ്. 61. ഈ 61 കേരളവും ഒരു ആഘോഷമായിട്ടൊരു ബന്ധമുണ്ടെന്ന് അറിയാമോ? ഓണം നമ്മുടെ ദേശീയ ആഘോഷമാണ് അല്ലേ? ഓണം നമ്മുടെ ദേശീയ ആഘോഷമാണ്. ഈ ഓണത്തെ ദേശീയ ആഘോഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1961. ഓക്കെ, ഓണം നമ്മുടെ ദേശീയ ആഘോഷമാണെങ്കിൽ ഓണത്തെ നമ്മൾ മറ്റൊരു ആഘോഷമായിട്ടും പറയാറുണ്ട്. എന്താണ്? ഓണം നമ്മുടെ വിളവെടുപ്പ് ആഘോഷം കൂടിയാണ്. നമ്മൾ വിളവെടുക്കുന്നത് ഓണത്തിനാണ് അല്ലേ? വിഷുവിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളവിറക്കുന്നത്. വിഷു നമ്മുടെ വിളവിറക്ക ആഘോഷവും ഓണം നമ്മുടെ എന്താണ്? വിളവെടുപ്പ് ആഘോഷമാണ്. നീ വിഷുവിന് വല്ല വിളവിറക്കിയായിരുന്ന? എവിടെ? ഇവിടുത്തെ നജീബാണ്. ആടൊക്കെ ഇട്ട് ഇപ്പൊ പാട്ടൊക്കെ പാടിയാണ് ആട് വായിക്കാൻ പോണത്. രാവിലെ ആട് പെരിയോനെ പാട്ടൊക്കെ പാടി അവിടെ താടിയൊക്കെ വന്നില്ലേ? സുബിൻജി കട്ട്. ചേരി പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം 1961. ഈ വർഷം തന്നെയാണ് കേരളത്തില് എന്തായി പ്രഖ്യാപിക്കുന്നത്? ഓണത്തെ ദേശീയ ആഘോഷമായി പ്രഖ്യാപിക്കുന്നത്. ഈ ഓണം മാറ്റി മറ്റെന്തെങ്കിലും കേരളത്തിന്റെ ദേശീയ ആഘോഷമാക്കി പ്രഖ്യാപിക്കുന്ന അവസരം നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ഏതിനെ വെക്കും? നീ ഏതിനെ വെക്കും? ഇവിടെ ഓണം മാറിയിട്ട് ദേശീയോത്സവം. അതേപോലെ വൈബുള്ള വിഷു മാത്രമല്ല. വിഷുവിന് ഓണത്തിന്റെ വൈബൊന്നുമില്ല. ഇല്ല, ഓണം പോലെ വൈബുള്ള ഒരു ഉത്സവം നമുക്കില്ല. ഓക്കെ, തമിഴ്നാടിന്റെ ദേശീയ ഉത്സവം എന്നറിയാമോ? പൊങ്കാല്. പൊങ്കൽ. നീ പൊങ്കാൽ എന്നല്ല പറഞ്ഞത്. പൊങ്കൽ. ഏതാണ് വളരെ? പൊങ്കൽ. ഓക്കെ, ഈ ബിഹു എവിടത്തെ ഉത്സവം എന്നറിയാമോ? അസമിലെ ദേശീയ ഉത്സവമാണ് ഏത്? ബിഹു. വളരെ ബിഹു. ഇത് നമുക്ക് ചോദിക്കുന്നതാണ്. ബിഹു അസം, പൊങ്കല് തമിഴ്നാട്, ഓണം കേരളം. ഓക്കെ, ശരി. അപ്പൊ ചേരിചേര പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? 61. ചേരിചേര പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ എത്രയായി ഇപ്പോഴും? അല്ല, ചേരിചേര പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ 120. ചേരിചേര പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ എത്രയാണ്? 120. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഈ ചേരിചേര പ്രസ്ഥാനം എന്നറിയാവോ?
ചേരി ചേരാന്ന് വെച്ച് കഴിഞ്ഞാല് ചേര പ്രസ്ഥാനം. അതായത് നമ്മൾ ചേരുന്നില്ല ആരോടും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ ഇവർക്ക് ഇവനൊരു ചേരിയുണ്ട്, ഇവനൊരു ചേരിയുണ്ട്. മനസ്സിലായ? ഞാൻ ഈ രണ്ട് ചേരിലും ചേരാൻ നിൽക്കുന്ന ആളാണ്. അതിനാണ് എന്ത് ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചേരിയിലും ചേരാൻ നിൽക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണെന്ത്? ചേരാ പ്രസ്ഥാനം. ഇനി ഏതൊക്കെയാണ് ചേരി എന്നറിയണ്ടേ? അത് വളരെ സിമ്പിളാണ്. വളരെ ശീതസമരം നടന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്കയും റഷ്യയും തമ്മിലാണ് എന്ത് നടന്നത്? ശീതസമരം നടന്നത്. അമേരിക്കയും റഷ്യയും തമ്മിലാണ്, റഷ്യയല്ല സോവിയറ്റ് യൂണിയൻ തമ്മിലാണ് എന്ത് നടന്ന പിള്ളേരെ? ശീതസമരം നടന്നത്. ഈ ശീതസമരത്തിന്റെ ഭാഗമായ അമേരിക്ക അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ചേരികളിൽ പെടാത്ത സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ഏത്? ചേര പ്രസ്ഥാനം. മനസ്സിലായി? നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിനെ നമ്മൾ നാം എന്ന് പറയും. അതിന്റെ നാമിന്റെ പുനർ എന്താ? നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്നാണ് നാമിന്റെ പൂർണ്ണരൂപം. മനസ്സിലായല്ലോ? അതായത് നമ്മൾ മുതലാളിത്ത ചേരി ആരുടേതാണ്? അമേരിക്ക. മുതലാളിത്ത ചേരി അമേരിക്കയുടേതും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചേരി US ആണ്. നമ്മൾ ഈ രണ്ട് ചേരിയിലോട്ട് എന്ത് ചെയ്തിട്ടില്ല? ചേർന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് എന്ത് രൂപം കൊണ്ട് പിള്ളേരെ? ചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടത്. നിലവിൽ എത്ര അംഗസംഖ്യയുണ്ട്? 120. രൂപം കൊണ്ട വർഷം ഏതാണ്? 1961. 1961 കേരളത്തിലൊരു നിയമം, ഏത് നിയമം എന്നറിയാമോ? അബ്കാരി ആക്ട് 61 വേറെ നിയമം കൂടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കി കാണാൻ പറ്റും. കേരള വന നിയമം 1961 കേരള വന നിയമം 1961 എടുക്കാൻ. അബ്കാരി ആക്ട് 61 61 അത് ബോസിട്ടാണോ നോക്കട്ടെ. അപ്പൊ പിള്ളേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്? അബ്കാരി ആക്ട് 1967 അബ്കാരി ആക്ട് 67. ഓക്കെ, ശരി. അപ്പം നാം എന്താണെന്ന് മനസ്സിലായി? 61 നാം കേട്ടോ. 61 നാം രൂപം കൊള്ളുന്നത്. നിലവിൽ അംഗസംഖ്യ 120. അമേരിക്കയുടെ ചേരിയായ മുതലാളിത്ത ചേരിയിലും സോവിയറ്റ് യൂണിയൻ ചേരിയായ സോഷ്യലിസ്റ്റ് ചേരിയിലും ചേരാതെ നിന്ന രാജ്യങ്ങൾ ചേർന്ന് രൂപം കൊണ്ടതാണ് ഏത്? നാം. ഓക്കെ, ചേരാ പ്രസ്ഥാനം. ഓക്കെ, ഇനി ചേരാ നയം സ്വീകരിക്കുന്നതിന് കാരണമായ സാഹചര്യങ്ങൾ. നമ്മൾ നമുക്ക് അങ്ങനെ നമുക്ക് ഒരു രാജ്യങ്ങൾ രണ്ട് ചേരിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. ആ റീസൺ നമുക്ക് നോക്കാം പിള്ളേരെ. രാഷ്ട്രത്തിന്റെ വിഭജനവും അതിനെ തുടർന്നുണ്ടായ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങൾ. മനസ്സിലായി? നമ്മളിവിടെ 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് രാജ്യം വിഭജിച്ചാണ് പോണത്. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷമുണ്ടെങ്കിൽ തന്നെ ഇവിടെ മൊത്തം എന്താണ്? ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്ക് എന്താണ്? ചേരായ്മ എന്ന തീരുമാനത്തിലേക്ക് പോകുന്നതിന് കാരണമായി. രണ്ടാമത് സാമ്പത്തികമായ പിന്നാക്ക അവസ്ഥയും വിഭവ ദാരിദ്ര്യവും. അറിയാമല്ലോ, ബ്രിട്ടീഷുകാർ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടാണ് ഇവിടെ നിന്ന് അവർ പോകുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് സാമ്പത്തികമായി പിന്നാക്ക അവസ്ഥയിലായിരുന്നു. അതുപോലെ വിഭവങ്ങളുടെ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എന്താണ്? ഒരു റീസണാണ്. അടുത്ത്, സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ വളരെ പിന്നിലായിരുന്നു. രൂക്ഷമായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രാജ്യത്ത് നിലനിന്നിരുന്നു. മനസ്സിലായോ? രൂക്ഷമായ ദാരിദ്ര്യവും അതുപോലെ തൊഴിലില്ലായ്മ രാജ്യത്ത് എന്ത് ചെയ്തു? നിലനിന്നിരുന്നു. അപ്പോൾ ഈ 4 റീസൺ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ചേരായ്മ എന്ന ആശയം സ്വീകരിച്ചത്. മനസ്സിലായി? ചേരായ്മ എന്ന ആശയം സ്വീകരിച്ചത്. അപ്പോൾ ഓർഡിനറി പറഞ്ഞ പിള്ളേരെ, രാഷ്ട്രത്തിന്റെ വിഭജനവും അതിനെ തുടർന്നുണ്ടായ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളും. എന്താണ്? രാഷ്ട്രത്തിന്റെ വിഭജനവും അതിനെ തുടർന്നുണ്ടായ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളും. അടുത്ത്, സാമ്പത്തികമായ പിന്നാക്ക അവസ്ഥയും വിഭവ ദാരിദ്ര്യവും. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും വിഭവ ദാരിദ്ര്യവും. അതുപോലെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ വളരെ പിന്നിലായിരുന്നു. വളരെ പിന്നിലായിരുന്നു. രൂക്ഷമായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രാജ്യത്ത് എന്ത് ചെയ്തു? നിലനിന്നു. അതായത് നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാം, ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയത് അങ്ങനത്തെ ഒരു രാജ്യത്തിന് ഉപേക്ഷിച്ച് പോയത്. മനസ്സിലായി? അപ്പോൾ ആ രാജ്യത്തിന് പെട്ടെന്നൊരു ശീതയുദ്ധത്തിൽ ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് ചേരാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചേരായ്മ എന്ന നയം സ്വീകരിച്ചു. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ആ 4 കാര്യം ഓർത്ത് പറഞ്ഞേ. വിഭജനത്തെ തുടർന്നുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളും പിന്നെ അതിൻ്റെ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങൾ, പിന്നെ സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയും വിഭവങ്ങളുടെ ദാരിദ്ര്യവും, പിന്നെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ വളരെ പിന്നിലായിരുന്നു, പിന്നെ രൂക്ഷമായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചേരായ്മ എന്ന ആശയം നമ്മൾ സ്വീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നീ ആണെങ്കിൽ ഏത് ചേരിയുടെ കൂടെ പോയേനെ? അമേരിക്കയുടെ കൂടെ പോയിരുന്നു, റഷ്യയുടെ കൂടെ പോയിരുന്നു. ഓരോ കണ്ട ഇന്ത്യക്കാരിയാണ്. ജോബിനാണെങ്കിലേ അമേരിക്കയുടെ പോയ രാജ്യദ്രോഹി. നാം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചാണെന്നറിയാവോ? നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത്
എടാ അത് പ്രീവിയസ് ചോദ്യമാണ്. VK കൃഷ്ണമേനോൻ ആണുള്ളത്. VK കൃഷ്ണൻ. അപ്പൊ നാം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര്? VK കൃഷ്ണമേനോൻ. ആരാണ്? VK കൃഷ്ണമേനോൻ. ഓക്കെ, അടുത്ത് നാമിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ. ഇത് SCRT-യിലും പറയുന്ന ഒരു പോർഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെടാ, 5 ആൾക്കാരെ പേര് പഠിച്ചോണം. 5 ആൾക്കാരെ പേര്. ഓക്കെ, നാമെന്ന ആശയം ആദ്യമേ മുന്നോട്ട് വെച്ചത് ആരാ? VK കൃഷ്ണമേനോൻ. എന്നാൽ ഈ നാമിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കൾ. ഓക്കെ, അതിൽ ആദ്യത്തെ ആള് ഇന്ത്യയിൽ നിന്നുള്ള ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഈജിപ്ഷ്യൻ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ. യൂഗോസ്ലാവിയൻ പ്രസിഡന്റായ മാർഷൽ ടിറ്റോ. മനസ്സിലായി? യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള മാർഷൽ ടിറ്റോ. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ അഹമ്മദ് സുകാർണോ. എന്താ വളരെ? അഹമ്മദ് സുകാർണോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദ് സുകാർണോ. അതുപോലെ തന്നെ കാന പ്രസിഡന്റ് ആയിട്ടുള്ള കോമി എൻക്രൂമ. ഈ പേരുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്, കാരണം നമ്മൾ പലതവണ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 5 ലോക നേതാക്കൾ ആരൊക്കെയാണ് നാമിന് രൂപീകരണത്തിന് കാരണക്കാരായിട്ടുള്ള? ഒന്ന് ജവഹർലാൽ നെഹ്റു ഫ്രം ഇന്ത്യ. ഈജിപ്തിൽ നിന്ന് ഗമാൽ അബ്ദുൽ നാസർ ഫ്രം ഈജിപ്റ്റ്. യൂഗോസ്ലാവിയയിൽ നിന്ന് മാർഷൽ ടിറ്റോ ഫ്രം യൂഗോസ്ലോവാക്യ. യൂഗോസ്ലോവിയ അല്ലേ? യൂഗോസ്ലോവാക്യാണ് ചെക്കോസ്ലോവാക്യ. മറ്റേ ഇത് യൂഗോസ്ലോവിയാണ്. സ്ലോവാക്യ അല്ല, യൂഗോസ്ലോവിയ എന്നല്ലേ കണ്ടിയുടെ പേര്? യൂഗോസ്ലോവിയ. മറ്റേ ചെക്കോസ്ലോവാക്യ. ഓക്കെ, അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ. പെട്ടെന്ന് പറയാൻ പറ്റില്ല മാനേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള മാർഷൽ ടിറ്റോ. ആരാണ്? മാർഷൽ ടിറ്റോ. അതുപോലെ അഹമ്മദ് സുഗർണോ ഫ്രം ഇന്തോനേഷ്യ. കോമി എൻക്രൂമ ഫ്രം കാന. ഓക്കെ, ശരി. അപ്പം 5 ആൾക്കാരുടെ പേര് പഠിച്ചല്ലോ. എടാ, കോമി എൻക്രൂമ. കോമി കായിട്ടിട്ട് അടിയിൽ മറ്റേ ഇത് എൽ ഷേപ്പ്. അതിന്റെ പേരെന്താ? ചിഹ്നത്തിന് പേരെന്താ? ചിഹ്നം. അതിനെന്താ പേരുണ്ട്? മലയാളത്തിൽ അത് പഠിക്കണം. ചിഹ്നം എന്ത് ചോദിക്കും. ആർക്കെങ്കിലും അറിയൂടെ ഇങ്ങനെ ആ ചിഹ്നത്തിന്റെ പേര്? എല്ല് തിരിച്ചിട്ട ചിഹ്നത്തിന്റെ പേരെന്താണ്? കോമിയൻ ക്രൂമ. പറ കോമിയൻ ക്രൂമ എവിടെ നിന്നാണ്? കാന. വിശക്കണല്ലേ കാണുന്നുണ്ട്. അപ്പം ചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല. നമ്മൾ ചേരലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ലോകകാര്യങ്ങളിൽ നിന്ന് മാറിയിരിക്കാൻ പോവുകയാണ്? ഇല്ല. ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ഇതാര് പറഞ്ഞതാ? നെഹ്റു പറഞ്ഞു. മനസ്സിലായി? നമ്മൾ ചേരായ്മ എന്നൊരു നയം സ്വീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലോകകാര്യങ്ങളിൽ നിന്ന് വിട്ടിരിക്കണമെന്നും പോണില്ല. ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും നമ്മൾ സജീവമായി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇടപെടാൻ പോവുകയാണ്. ഇതാര് പറഞ്ഞതാ? ജവഹർലാൽ നെഹ്റു. ഇനി നാം രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? അത് 55-ലെ ബന്ദൂങ് സമ്മേളനം. 1955-ലെ ബന്ദൂങ് സമ്മേളനത്തിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്ന മോനെ? നാം രൂപീകരിക്കണം. പക്ഷെ നാം രൂപീകരിച്ചത് 1961-ലാണ് കേട്ടോ. ഓക്കെ, നാമിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ബ്രസൽസ് അല്ല, ബെൽഗ്രേഡ് യൂഗോസ്ലോവിയ. ബെൽഗ്രേഡ് യൂഗോസ്ലോവിയ. ഏത് വർഷം? 61. അപ്പം നാം രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം 55-ലെ ബന്ദൂങ് സമ്മേളനം. നാം രൂപീകരിച്ച സമ്മേളനം അല്ലെങ്കിൽ ആദ്യ സമ്മേളനം 1961-ലെ ബെൽഗ്രേഡ് സമ്മേളനം. ആ ബെൽഗ്രേഡ് എവിടെയാണ്? യൂഗോസ്ലോവിയ. മനസ്സിലായല്ലോ? ഓക്കെ, 61. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 25. എത്രയാണ്? 20. ഇപ്പോഴത്തെ അംഗസംഖ്യ എത്രയാണ് നാമില്? 120. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? പറമോനെ? 25. എത്രയാണ് പിള്ളേരെ? 25. ഓക്കെ. അപ്പൊ നാമിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന തത്വങ്ങൾ ഏതാണ്? അത് പഞ്ചശീല തത്വങ്ങളാണ്. അപ്പം നമുക്ക് അങ്ങനെ ചോദിക്കും, നാം അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ് രൂപീകരിച്ചിരിക്കുന്നത് ഏത് തത്വം ഉപയോഗിച്ചിട്ടാണ്? വെച്ചിട്ടുള്ളത് പഞ്ചശീല തത്വം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നാം അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത് രൂപീകരിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത്രയും കാലം നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കിത് ചോദിക്കാമല്ലോ നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, പോസിറ്റോ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിദേശ നയമാണ്? ഇന്ത്യയുടെ സ്വന്തം വിദേശ നയം തന്നെ. അത് എവിടെ നിന്നാണ് ആ വിദേശ നയം രൂപം കൊണ്ടുവരുന്നത്?
ആരാണ് രൂപീകരിച്ചത് വിദേശ നയം? ഇടിച്ചാൻ കിടന്നു ഞാൻ. INC എപ്പോൾ രൂപീകരിച്ച? സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, ആര് പറയും? സുവിനെന്ന് പറഞ്ഞാണ് 7 തത്വങ്ങൾ. ആ, സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയുള്ള എതിർപ്പ്, വംശീയവാദ വിദ്വേഷം, ചേരിചേരായ്മ, പഞ്ചതത്വങ്ങൾ, നാലെണ്ണമായി. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം 5എണ്ണമായി. സമാധാനപരമായ സഹവർത്തിത്വം 6എണ്ണമായി. വിദേശ സഹായത്തിലുള്ള ഊന്നൽ അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള ഊന്നൽ. ഓക്കെ, ചേരിചേരായ്മ പ്രസ്ഥാനം രൂപം കണ്ടത് 61. നിലവിൽ അംഗസംഖ്യ 120. ഓക്കെ, എന്താണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് വെച്ചാൽ? ശീതസമരത്തിന്റെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ സ്വന്തമായി നിൽക്കുന്നതാണ് ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ, നമ്മൾ ഇന്ത്യ ചേരിചേരാ നയം സ്വീകരിക്കാനുള്ള കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാ? എന്തിനു ശേഷമുള്ള ആഭ്യന്തര പ്രശ്നം? വിഭജന ശേഷമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമ്പത്തിക വളർച്ചയിൽ പിന്നിലായിരുന്നു. അത് തന്നെ. ഓക്കെ, സാമ്പത്തിക പിന്നാവസ്ഥയും വിഭവ ദാരിദ്ര്യവും. ആ രാഷ്ട്രീയം കിട്ടിയാൽ മതി. ഓക്കെ, അവിടെ ആര്യ നാമിൻ്റെ രൂപീകരണം, നാമെന്ന ആശയം ആദ്യമേ പ്രചരിപ്പിച്ചതാരാ? BK കൃഷ്ണമേനോൻ. നാമിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കൾ ആരൊക്കെയാ? ഈജിപ്തിൽ നിന്നുള്ള ഗമാൽ അബ്ദുൽ നാസർ, ഖാന ക്വാമി നക്രൂമ, ഇന്ത്യ ജവഹർലാൽ നെഹ്റു, യുഗോസ്ലാവിയ മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യ അഹമ്മദ് സുഗർണോ. ഞാൻ പറയാൻ വിട്ടുപോയാ? ഒരു റോസാപ്പൂക്ക് വെച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ പറഞ്ഞത് ഇപ്പം പറഞ്ഞു. ഞാൻ കേട്ടില്ല. നീ കേട്ടില്ലല്ലേ? നീ കേട്ടായിരുന്നാ? പറഞ്ഞായിരുന്നാ? എല്ലാവരും ഒറ്റക്കെട്ടാടേ. അപ്പം നീ എന്നാ പറ, ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത് ചേരിചേരായ്മയെ കുറിച്ച്? ചേരിചേരുമ എന്നത് അല്ല, ഇന്നൊന്നും മാറി നിൽക്കലല്ല. എവിടെ നിന്ന് മാറിയിരിക്കണം? വീട്ടിൽ നിന്ന് മാറിയിരിക്കണതാ. പിന്നെ ഈ ലോകപരമായ നീ കേട്ടല്ലേ ലോകമാഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടലാണ്. ഓക്കെ, മുസിനെ, നാം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 55 ബന്ധവും. നാമിന്റെ ആദ്യ സമ്മേളനം നടന്നിട മോനെ? 1961 ബെൽഗ്രേഡ്, യൂഗോസ്ലാവിയ. 1961 ബെൽഗ്രേഡ്, യൂഗോസ്ലാവിയ. ഓക്കെ, ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ എത്ര മോനെ? 25. നാമിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിക്കുന്ന തത്വങ്ങൾ ഏതാ? പഞ്ചശീല തത്വങ്ങൾ. ഓക്കെ, ഈ പഞ്ചശീല തത്വങ്ങൾ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പോച്ച രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യ, ചൈന. വർഷം ഏതാ? 1954. ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? ജവഹർലാൽ നെഹ്റു. ചൈനയ്ക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? ചൗ എൻ ലായ്. അത് വളരെ ചൗ എൻ ലായ്. ഇവർ രണ്ടുപേരും പ്രധാനമന്ത്രിമാരാണ്. പക്ഷെ ചൈനയുടെ പ്രധാനമന്ത്രി നമ്മൾ പ്രീമിയർ എന്നും പറയും കേട്ടോ, മനസ്സിലായി? ചൈനീസ് പ്രീമിയർ എന്നും പറയും, മനസ്സിലായ? അപ്പം ഇത്രേ ഉള്ളൂ. ഇന്ത്യ, ചൈന. ഒപ്പോച്ച ആരൊക്കെയാണ്? ഇന്ത്യ, ചൈന. ഓക്കെ, ഒപ്പോച്ച വർഷം 1954. ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു. ചൈനയ്ക്ക് വേണ്ടി ഒപ്പുവെച്ചത് എന്തില്ല എന്ന്? ഇവിടെ ചൗ ഇല്ല എന്നല്ല, നീ ഒന്ന് പറയാ. ചൗ നിർത്തി പറഞ്ഞേ. ചൗ അല്ല. നീ നേരത്തെ ഇങ്ങനെ പറഞ്ഞത്? നേരത്തെ എന്താ പറഞ്ഞത്? ചൗ ഇല്ലായി. ചൗ എൻ ലായ് ഏട്ടാ. ചൗ എൻ ലായ്. വളരെ പറ, വളരെ പേര് പറ, വളരെ. ചൗ എൻ ലായ്. ചൗ എൻ ലായ് ആരാ? ചൈനീസ് പ്രീമിയർ അല്ലെങ്കിൽ ചൈനീസ് പ്രധാനമന്ത്രി കേട്ടോ. ഓക്കെ, ഇനി ഈ പഞ്ചശീല തത്വങ്ങൾ 5 പഠിക്കണം, മനസ്സിലായി? മറ്റേ 7 സെറ്റായില്ലേ ഇന്ത്യൻ വിദേശ നയത്തിന്റെ? ഓക്കെ, സെറ്റായില്ലേ? പഞ്ചശീല തത്വങ്ങൾ 5 വളരെ സിമ്പിളാണ്. നമുക്ക് പല പരീക്ഷയും ചോദിച്ചതാണ്. തെറ്റായത് ഏത്, ശരിയായത് ഏത് നമ്മൾ ചോദിക്കും, മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഓക്കെ, മറ്റേ ആൾക്കാർ 5 നേതാക്കന്മാരെയൊക്കെ ഓക്കെ ആണല്ലോ പിള്ളേരെ? ഓക്കെ, ആരൊക്കെ നേതാക്കൾ? ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ്, മാർഷൽ ടിറ്റോ യുഗോസ്ലാവിയ, ഇന്തോനേഷ്യയിൽ നിന്ന് അഹമ്മദ് സുഗർണോ, ഖാനയിൽ നിന്ന് ക്വാമി നക്രൂമ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ശരി, ഇനി അടുത്ത 5 പഞ്ചശീല തത്വങ്ങൾ 5 കാര്യങ്ങളാണ്. പരസ്പരം ആക്രമിക്കണോ?
പരസ്പരം ആക്രമിക്കാതിരിക്കുക. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. മനസ്സിലായ? അതായത് ഇന്ത്യയുടെ അതിർത്തി ചൈന അംഗീകരിക്കണം, ചൈനയുടെ അതിർത്തി ഇന്ത്യ അംഗീകരിക്കണം. മനസ്സിലായ? ഇന്ത്യയുടെ പരമാധികാരം ചൈന അംഗീകരിക്കണം, ചൈനയുടെ പരമാധികാരം ഇന്ത്യ അംഗീകരിക്കണം. മനസ്സിലായ? അതാണ് രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം എന്ത് ചെയ്യുക? അംഗീകരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാൻ പാടുണ്ടോ? അതായത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈന ഇടപെടാൻ പാടില്ല, ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യയും എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല. ഈ കാക്ക എന്താണ് എന്ന് ഞാൻ വന്നിരിക്കുക മാത്രമേ കാക്കയ്ക്ക് പ്രശ്നം എന്താണ്? ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം എന്ത് ചെയ്യുക? ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും എന്ത് ചെയ്യണം? വേണോ വേണ്ടേ? സമത്വവും പരസ്പര സഹായവും പുലർത്തുക. എന്താണ്? സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. പറഞ്ഞേ, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പൊ ഇതാണ് എന്ത്? പഞ്ചശീല തത്വങ്ങൾ. വളരെ സിമ്പിളാണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ് പിള്ളേരെ? പരസ്പരം ആക്രമിക്കാതിരിക്കുക. രണ്ടാമത്തെ എന്താ? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കണം. അടുത്ത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം. പിന്നെ സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം. അപ്പൊ ഇതാണ് എന്ത്? പഞ്ചശീല തത്വങ്ങൾ. പഠിച്ചല്ലോ. 54 ഇന്ത്യ ചൈന, ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു, ചൈനയ്ക്ക് വേണ്ടി ചൗ എൻലായ്. ഓക്കെ, ക്ലിയർ ആണ്. 5 കാര്യങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ പറയുന്നത്. 1 പരസ്പരം ആക്രമിക്കാതിരിക്കുക. 2 രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും അംഗീകരിക്കുക. 3 ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. 4 സമത്വവും പരസ്പര സഹായം പുലർത്തുക. 5 സമാധാനപരമായ സഹവർത്തിത്വം. അപ്പൊ ഇതാണ് എന്ത്? പഞ്ചശീല തത്വങ്ങൾ. ഓക്കെ, ഇനി നാമില് ഏറ്റവും ഒടുവിലായ അംഗമായ രാജ്യങ്ങൾ അസർബൈജാനും ഫിജിയുമാണ്. അപ്പൊ നാമിലെ അംഗസംഖ്യ നമുക്ക് പറയാം. എത്രയാണ് വളരെ? 120. ഏറ്റവും ഒടുവിലെ അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അസർബൈജാനും ഫിജിയുമാണ്. നാമിലെ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങളാണ് ബെലാറസും അസർബൈജാനും. എന്താണ്? ബെലാറസും അസർബൈജാനും. അപ്പൊ നാമിലെ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് പിള്ളേരെ? ബെലാറസും അസർബൈജാനും. അപ്പൊ ഏറ്റവും ഒടുവിലെ അംഗമായ രാജ്യങ്ങൾ 2 അസർബൈജാനും ഫിജിയും. ഇതിൽ അംഗമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ് ബെലാറസും അസർബൈജാനും. നാമിന്റെ ആദ്യ സെക്രട്ടറി ജനറൽ ആരാ? നമ്മൾ പേരുണ്ട്. യൂഗോസ്ലാവിയക്കാരൻ തന്നെ. ടിറ്റോ ഒന്നുമല്ല. ജോസിപ്പ് ബ്രോസ് ടിറ്റോ. എന്താണ്? ജോസിപ്പ് ബ്രോസ് ടിറ്റോ. പറ. ജോസിഫ് അല്ല, ജോസിപ്പ് ബ്രോസ് ടിറ്റോ. ജോസിപ്പ് ബ്രോസ് ടിറ്റോ. മനസ്സിലായ? ഓക്കെ, ഏത് രാജ്യമാണ്? ടിറ്റോ വരുമ്പം എവിടെയാ? യൂഗോസ്ലാവിയ. എവിടെയാണ് പിള്ളേരെ? യൂഗോസ്ലാവിയ. ഓക്കെ, അപ്പൊ നാമിന്റെ ആദ്യ സെക്രട്ടറി ജനറൽ ആണ് ആര്? ജോസിപ്പ് ബ്രോസ് ടിറ്റോ. പറ. ജോസിപ്പ് ബ്രോസ് ടിറ്റോ. ഓക്കെ, നാമിന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് ആര്? ആളുടെ പേരാണ് ഇൽഹാം അലിയേവ്. എന്താണ്? ഇൽഹാം അലിയേവ്. ഇപ്പോഴത്തെ നാം സെക്രട്ടറി ജനറൽ ആണ് ആര് പിള്ളേരെ? ഇൽഹാം അലിയേവ്. പറ. ഇൽഹാം അലിയേവ്. ഓക്കെ, ശരി. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് 1987 1987 നാമിൻ്റെ ഒരു അനുബന്ധ കമ്മിറ്റി രൂപം കൊണ്ടു. മനസ്സിലായ? ആ കമ്മിറ്റിയുടെ പേരെന്താണ്? ആഫ്രിക്ക ഫണ്ട്. എന്താ പിള്ളേരെ? ആഫ്രിക്ക ഫണ്ട്. ഈ ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? രാജീവ് ഗാന്ധി. അപ്പൊ 87 ഇതിന്റെ അനുബന്ധ ഘടകമായിട്ടുള്ള എന്ത് രൂപം കൊണ്ടത്? ആഫ്രിക്ക ഫണ്ട് രൂപം കൊണ്ടത്. ഈ ആഫ്രിക്ക ഫണ്ട് രൂപം കൊണ്ടപ്പോൾ എന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു പിള്ളേരെ? ആരാണ്? രാജീവ് ഗാന്ധി. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. ശരി, അപ്പൊ അത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ പഠിക്കേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിപ്പം ഇന്ത്യയുടെ വിദേശ നയം പഠിച്ചു, ചേരിചേര പ്രസ്ഥാനം പഠിച്ചു, പിന്നെ പഞ്ചശീല തത്വങ്ങൾ പഠിച്ചു. ഓക്കെ, അത്രയും കാലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ധാരാളം. ഇപ്പോഴും നിങ്ങൾക്ക് വരും. മനസ്സിലായ? ഇതിൽ നമുക്ക് ആ പഞ്ചശീല തത്വങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ? ബാക്കിയൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ബാക്കിയൊക്കെ നമുക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ആ പഞ്ചശീല തത്വങ്ങൾ നമ്മൾ 5 പറഞ്ഞില്ലേ? അത് അവർ തന്നിട്ട് തെറ്റായത് ചോദിക്കും. മനസ്സിലായ?
ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക വന്ന ഓപ്ഷനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇടപെടാൻ പാടില്ല അത്. അതുപോലെ നമ്മൾ വിദേശ നയത്തിൻ്റെ തത്വങ്ങളുണ്ടല്ലോ 7 എണ്ണം, അതും ചോദിക്കും. ഏതൊക്കെ ചിലപ്പോൾ 1, 2, 3, 4 നമ്പർ എന്നിട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് വിദേശ നയ തത്വങ്ങൾ. അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റണമല്ലേ? നമ്മളിത് കാണാപ്പാടം പഠിക്കുന്നതിനേക്കാളും നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. മനസ്സിലായോ? നമ്മൾ എന്തായാലും സാമ്രാജ്യത്തെയും കൊളോണിയലിസം നമ്മൾ എന്ത് ചെയ്തില്ല, അംഗീകരിക്കത്തില്ല. വംശീയമായ കാര്യങ്ങൾ, വംശീയവാദത്തെ നമ്മൾ അംഗീകരിക്കത്തില്ല. മനസ്സിലായ? പിന്നെ UN നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ മറ്റേ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വലംഘനങ്ങൾ, ചേരായ്മ, പിന്നെ വിദേശ സഹായം നമുക്ക് ആവശ്യമാണ്. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഏത്? വിദേശ. ഓക്കെ. അപ്പോൾ 2024 നാമിൻ്റെ 19ാമത്തെ കമ്മിറ്റിയുടെ 19ാമത്തെ സമ്മേളനം. മനസ്സിലായ? ഈ 19ാമത്തെ സമ്മേളനം എവിടെ വെച്ചിട്ടാണെന്ന് അറിയാവോ? അസർബൈജാൻ. ഞാൻ ഇങ്ങനെ ഒരു ചെറിയ തലയും കൊണ്ടങ്ങ് പോകും കേട്ടാ. എടാ അത് ഉഗാണ്ടയിലാണ്. വളരെ ഉഗാണ്ടയിലെ കമ്പാല എന്ന സ്ഥലത്താണ് കേട്ടോ. കമ്പാല, ഉഗാണ്ട. എവിടെയാണ്? കമ്പാല, ഉഗാണ്ട. അപ്പോൾ 19ാമത് സമ്മേളനം നടന്ന വർഷം 2024, സ്ഥലം ഉഗാണ്ടയിലെ കമ്പാല. ഉഗാണ്ടയിലെ കമ്പാല. ഓക്കെ. അവിടെ ഷംന പറഞ്ഞ എത്രാമത്തെന്ന് അറിയാവോ? 18. അത് 2019 18ാമത് സമ്മേളനം. അതെവിടെയാണ്? അസർബൈജാൻ. എവിടെ പിള്ളേരെ? അസർബൈജാൻ. ഓക്കെ. അപ്പോൾ 18ാം സമ്മേളനം 18ാം സമ്മേളനം 2019, സ്ഥലം അസർബൈജാൻ. ഓക്കെ. ഇപ്പോഴത്തെ സമ്മേളനം 19ാം സമ്മേളനം 2024, അത് കമ്പാലയിലെ എന്നെ പറയാൻ വന്നത് ഉഗാണ്ടയിലെ കമ്പാല. ഉഗാണ്ടയിലെ കമ്പാല. ഓക്കെ. അപ്പൊ ആളുടെ പേര് ഓർമ്മയാണ് ഇപ്പൊ സെക്രട്ടറി ജനറലിന്റെ? ഇൽഹാം അലിയേവ്. ഇവിടെ അങ്ങേര് മാറിയാന്ന് തോന്നുന്നു. നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇത് പോസിറ്റാണ്ടാ. ഇവിടെ ഈ നാമിന്റെ സെക്രട്ടറി ജനറൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടറി ജനറലാണ് ഇയാളുടെ പേര് വീണ്ടും യൊവേരി മുസവേണി. എടാ യൊവേരി മുസവേണി. OIOWERI. യൊവേരി എന്നല്ലേ പറയുന്നേ? യൊവേരി മുസവേണി. എടാ യൊവേരി മുസവേണി. യൊവേരി മുസവേണി. ഉഗാണ്ടക്കാരനാണ് കേട്ടോ. യൊവേരി മുസവേണി. OIOWERI. യൊവേരി മുസവേണി. കേട്ടോ. മുസവേണി. ഓക്കെ. രാജ്യമേതാ? ഉഗാണ്ട. അപ്പം എടാ ഇതിന് മുമ്പത്തെ ആളാണ് ഇൽഹാം അലിയേവ്. അത് അസർബൈജാൻകാരനായിരുന്നു കേട്ടോ. ഇപ്പൊ പുതിയ പ്രസിഡന്റ് അല്ല, പുതിയ സെക്രട്ടറി ജനറലാണ്. അതാരാണ്? യൊവേരി മുസവേണി കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ. ശരി. അപ്പോൾ അത്രയാണ് നമുക്ക് പഠിക്കാണ്ടായിരുന്നത്. ഇനി ഇതിൽ ചോദ്യം ചോദിച്ച് ഒരു വഴക്ക് പറയുക എന്നാണ് അടുത്തൊരു കടമ എന്ന് പറയുന്നത്. ഓക്കെ. സുബിനെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. പൗസ വേണ്ട, ഇത്രയും പഠിപ്പിച്ചില്ല. ഇടാം പറടാ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടാരൊക്കെ? ഏതൊക്കെ രാജ്യങ്ങള്? അല്ല 5 രാജ്യങ്ങൾ പറ. പഞ്ചശീലങ്ങൾ. പരസ്പരം ആക്രമിക്കാതിരിക്കുക, സമാധാനപരമായ സഹവർത്തിത്വമുണ്ട്, പിന്നെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പിന്നെ സമത്വവും സഹാനുഭൂതിയും സ്നേഹവും കരുണ. അതും അല്ല പറടാ കൂട്ടുകാരെ. പരസ്പര സഹായവും സമത്വവും പരസ്പര സഹായവും. പിന്നെ 5ാമത്തത് 4 പറഞ്ഞോളൂ നീ. സഹവർത്തിത്വമല്ല, സഹാനുഭൂതി. 1 പറ. 5 പറ. പരസ്പരം ആക്രമിക്കാതിരിക്കുക, അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പിന്നെ സമാധാനപരമായ സഹവർത്തിത്വം, 3 പിന്നെ സമത്വവും പരസ്പര സഹായം വെച്ച് പുലർത്തുക. അറിഞ്ഞൂടാ. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക. ഇവയല്ലേ പറഞ്ഞത്? നിന്നെ മറ്റേ ചോദിക്കട്ടെ, കുറച്ച് ചോദ്യങ്ങളുണ്ട് അങ്ങോട്ട്. നാമിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അസർബൈജാനും ഫിജി. 2011 അംഗമായ കേട്ടാ. നാമിൽ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അസർബൈജാനും ബെലാറസും. ഓക്കെ. നാമിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാ? ജോസഫ് ബ്രോസ് ടിറ്റോ. ഓക്കെ. രാജ്യം ഏതാ? യുഗോസ്ലാവിയ തന്നെ. ഈ ആദ്യ സമ്മേളനം നടക്കുന്ന രാജ്യത്താണ് സെക്രട്ടറി ജനറൽ പറയുന്നത്. മനസ്സിലായ? ഇപ്പൊ ആദ്യ സമ്മേളനം ബെൽഗ്രേഡ് യുഗോസ്ലാവിയ അല്ലേ? 1961. അപ്പൊ ഈ പറയുന്ന ജോസഫ് ബ്രോസ് ടിറ്റോ എന്ന് പറഞ്ഞാൽ യുഗോസ്ലാവിയക്കാരനാണ്. മനസ്സിലായ? അതുപോലെ 2019 സമ്മേളനം നടന്നത് അസർബൈജാൻ. അപ്പൊ അതിനുശേഷം ആരായിരുന്നു? ഇബ്രാഹിം. ഇൽഹാം അലിയേവ് ഏത് രാജ്യക്കാരനാണ്? അസർബൈജാൻ. ഇപ്പൊ 2024 ഉഗാണ്ടയില് ഉഗാണ്ടയുടെ ആര്?
യുവേരി മുസവേനിയാണ് ഇപ്പോഴത്തെ എന്ത്. ഈ വേണി എന്ന് കേട്ടിട്ട് ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കരുത്, ആളൊരു പുരുഷനാണ് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. യൊവേരി മുസവേനി. ഓക്കെ, ഇപ്പം ഉഗാണ്ടക്കാരനാണ്. ഉഗാണ്ടയിൽ എവിടെ വെച്ചിട്ടായിരുന്നു സമ്മേളനം 2024 ജനുവരിയിൽ? കമ്പാല. ഓക്കെ, കമ്പാല. ശരി, അപ്പം അത്രയും പഠിച്ചതാ. ഇനി 1987 എന്താ രൂപം കൊണ്ടേ? ആഫ്രിക്ക ഫണ്ട് ആദ്യ ചെയർമാൻ ആരാ? രാജീവ് ഗാന്ധി. ഓക്കെ, അപ്പം ഇന്ത്യയുടെ വിദേശ നയം, പഞ്ചശീല തത്വങ്ങൾ, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ചേരായ്മ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത് വീണ്ടും ഒരു ക്ലാസ്സുമായി കാണാം. ഓക്കെ, അതുവരേക്കും വലിയ ചൂടില്ലല്ലേ ഇന്ന് ചൂട് ഇത്തിരി കുറവുണ്ട്. ഇത്തിരി ഒരു ആശ്വാസമുണ്ട്, ചെറിയൊരു കുളിർന്ന കാറ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ബൈ, ടാറ്റാ.